ഹലോ ഓൾ, നമ്മൾ ഇന്ന് AWS ലാംഡയാണ് പരിചയപ്പെടാനായി പോകുന്നത്. AWS ലാംഡ എന്നത് ഒരു സെർവർലെസ് കമ്പ്യൂട്ട് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കോഡ് ഒരു സെർവർ ഇല്ലാതെ തന്നെ റൺ ചെയ്യാനായി ലാംഡ സഹായിക്കുന്നു. ലാംഡ ഉപയോഗിച്ച് ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാക്ക്എൻഡ് സർവീസിന് വേണ്ടിയിട്ടുള്ള കോഡ് റൺ ചെയ്യാവുന്നതാണ് വിത്ത് സീറോ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ കോഡ് അപ്ലോഡ് ചെയ്താൽ ലാംഡ കോഡ് റൺ ചെയ്യാനായിട്ടുള്ള എല്ലാ ടാസ്കും പെർഫോം ചെയ്യുന്നതാണ്. കൂടാതെ കോഡ് സ്കെയിൽ ചെയ്ത് ഹൈ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു. നമുക്ക് ലാംഡ ഫംഗ്ഷൻ ക്രിയേഷന് വേണ്ടിയിട്ട് AWS മാനേജ്മെന്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാം ആൻഡ് AWS ലാംഡയിൽ ക്രിയേറ്റ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ഫംഗ്ഷനിൽ ഓർഡർ ഫ്രം സ്ക്രാച്ച് സെലക്ട് ചെയ്യുന്നു. ബേസിക് ഇൻഫർമേഷനിൽ ഫംഗ്ഷൻ നെയിം കൊടുക്കാവുന്നതാണ്. ഫംഗ്ഷൻ നെയിം കൊടുത്തു ആൻഡ് ഫംഗ്ഷൻ നെയിമിന് ശേഷം റൺ ടൈം, അതായത് നിങ്ങളുടെ കോഡ് റിട്ടേൺ ചെയ്തിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. AWS ലാംഡയിൽ ജാവ, Node.js, പൈത്തൺ, റൂബി എന്നീ ലാംഗ്വേജുകൾ സപ്പോർട്ടഡ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ Node.js 18x സെലക്ട് ചെയ്യുന്നു ആൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഫംഗ്ഷനിലേക്ക് വന്നാൽ കോഡ് സോഴ്സിൽ നമ്മളുടെ കോഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കോഡ് സോഴ്സ്. നമുക്കിവിടെ ഇപ്പോൾ കാണാം കോഡ് സോഴ്സിൽ ഒരു കോഡ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഓർഡർ ഫ്രം സ്ക്രാച്ച് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ AWS ലാംഡ നമുക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോഡ് ഇവിടെ റീപ്ലേസ് ചെയ്യുകയാണ്, ഈ കോഡ് മാറ്റിയിട്ട്. അതായത് നമ്മളുടെ കോഡ് വെച്ച് ഈ കോഡിനെ റീപ്ലേസ് ചെയ്യുന്നു. ബേസിക്കലി ഈ ഒരു കോഡ് ഒരു അറേ ഓഫ് നമ്പേഴ്സ്, അതായത് അറേയിലുള്ള നമ്പേഴ്സിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോഡാണ്. നമ്മളിവിടെ ഒരു ചേഞ്ച്, അതായത് സാമ്പിൾ കോഡിനെ നമ്മളുടെ കോഡ് വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ചേഞ്ചസ് സേവ് ചെയ്യണം. നമ്മൾ ചേഞ്ച് ഡിപ്ലോയ് ചെയ്യുന്നു. ചേഞ്ചസ് ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കോഡ് വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായി നമുക്കൊരു ടെസ്റ്റ് ഇവന്റ് ചൂസ് ചെയ്യാം. ടെസ്റ്റിൽ കോൺഫിഗർ ടെസ്റ്റ് ഇവന്റ് കൊടുക്കുന്നു, ടെസ്റ്റ് ഇവന്റ് കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഇവന്റ് JSONൽ നമുക്ക് നമ്മളുടെ കോഡ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പേലോഡ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ കോഡ് വർക്ക് ചെയ്യാനായിട്ട് ഒരു അറേ ആണ് വേണ്ടത്. അറേ ഓഫ് നമ്പേഴ്സ്. ഈ ഒരു അറേയിൽ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യണം ഇവന്റ്. സേവ് ചൂസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റാറ്റസ് സക്സീഡഡ് ആണ്. ആൻഡ് റെസ്പോൺസിൽ നമ്മളുടെ ആ ഒരു നമ്പേഴ്സ്, അതായത് ആ ഒരു അറേയിലുള്ള നമ്പേഴ്സിന്റെ ആവറേജ് ഇവിടെ ഇപ്പോൾ കാണാവുന്നതാണ്. നമ്മളുടെ കോഡ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇതിന് ശേഷം നമുക്ക് കോഡിലേക്ക് വന്നതിന് ശേഷം ഒരു മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ ഡിപ്ലോയ് ചെയ്യുന്നു. അതിനുശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റിൽ ഇപ്പോൾ റെസ്പോൺസിൽ ഒരു ഇറർ വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് ഫെയിൽഡും കാണിക്കുന്നുണ്ട്. ഇറർ ടൈപ്പ് റെഫറൻസ് ഇറർ എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറർ മെസ്സേജിൽ റെസ്പോൺസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മൾ ഈ ഒരു ഇറർ മെസ്സേജിലെ വേർഡ് കോപ്പി ചെയ്യുന്നു ആൻഡ് കോഡിൽ വന്നതിന് ശേഷം Ctrl+F ക്ലിക്ക് ചെയ്യുന്നു കീബോർഡിൽ. അതിനുശേഷം താഴെ ഫൈൻഡിൽ നമ്മളുടെ ആ ഒരു വേർഡ് പേസ്റ്റ് ചെയ്യുന്നു. വേർഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ആ ഒരു ലൈൻ നമ്പർ കാണാവുന്നതാണ്. റിട്ടേൺ റെസ്പോൺസി എന്നാണ് വന്നിരിക്കുന്നത്. ഒരു എലിമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചേഞ്ച് ഡിപ്ലോയ് ചെയ്യുന്നു. ചേഞ്ചസ് ഡിപ്ലോയ്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് സക്സീഡഡ് എന്ന് വരുന്നു. അതായത് നിങ്ങളുടെ റെസ്പോൺസിൽ ഒരു ഇറർ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇറർ കണ്ടുപിടിക്കാവുന്നതാണ് ആൻഡ് ആ ഒരു ഇറർ മാറ്റാവുന്നതാണ്.
സോ ഇത്രയുമാണ് AWS ലാംഡയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ആൻഡ് താങ്ക് യു.